വണ്ടി എടുത്തതിന് ശേഷം ആദ്യം ചെയ്തത് വണ്ടി കൂളിംഗ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് അലോയ്സ് ബ്ലാക്ക് ചെയ്യണം, മിറർ ബ്ലാക്ക് ചെയ്യണം. ദെൻ ഇത് ഫോഗ് ലാമ്പ് ട്രൈക്ലർ ആക്കണം. ട്രൈക്ലർ അല്ലെങ്കിലും മറ്റേ യെല്ലോ ഷെയ്ഡ് കൊടുക്കണം. പിന്നെന്താ ഡി ക്രോം ലോഗോ, പിന്നെ ഈ സാധനം ഉണ്ടല്ലോ ആ സാധനം. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ അവിടെ അതേപോലെ ബ്ലാക്ക് ആക്കണം, ബ്ലാക്ക് ഔട്ട് ചെയ്യുക. ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ രസം ഉണ്ടാവുള്ളത്. പിന്നെ ഇവിടെ നല്ല അടിപൊളി സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നേരത്തിൽ അത് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അതിന് ഇവിടെ ബ്ലാക്ക് ചെയ്യണം. ഇവിടെ വരുമ്പോൾ ബ്ലാക്ക് ചെയ്യണം. ഇവിടെയും ലോഗോസ് അല്ല ഈ സാധനം ബ്ലാക്ക് ചെയ്യണം. ഒന്നും ഇത് ഒഴിവാക്കാനായിട്ട് നോക്കണം. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ പെയിൻറ്റിന് ഇഷ്യൂ ഉണ്ടാവും. അടിയിൽ പഴയ പെയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കട്ട് പൊളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ അവരടി എന്താ വെച്ചാൽ ഇപ്പോൾ വേണേൽ കാണുമ്പോൾ ഭയങ്കര കൂളിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ശരിക്കും അത്ര ഒന്നുമില്ല, 70 or 65 എന്തോ ഉള്ളൂ. ബട്ട് ഇത് കാണുമ്പോൾ നല്ലൊരു കൂളിംഗ് ആയിട്ട് ഫീൽ ഉണ്ട്. കാരണം ഇതിന് എവിടെയും ബ്ലാക്ക് ആയിട്ട് ഇല്ലാതുകൊണ്ട് അപ്പം ഇവിടെയും ഇവിടെ ബ്ലാക്ക് ആയിട്ട് വന്നുകൊണ്ട് ഒരു ജോയിൻ്റ് ആയിക്കോളൂ. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹാൻഡിലുമ്പോഴും ചെയ്യാം, നോക്കട്ടെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ നേരെ ഇതിൻ്റെ അലോയ്സ് ബ്ലാക്ക് ഇതിനിടയ്ക്ക് ഉണ്ടാവും.